അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ചോറുക്കോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഇനി പൊറാട്ടയ്ക്കാണെങ്കിലും ഈ വെറും മസാല മതി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിനെ ആദ്യം ചെയ്യേണ്ടത് മാരിനേറ്റിംഗ്, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 കാശ്മീരി ചില്ലി മതി കേട്ടോ. നല്ല എരിവുണ്ടാവും. അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ്, ഇത്ര മാത്രമേ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീന് നന്നായിട്ട് വെള്ളം ഊറ്റിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലോട്ട് ഇനി വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാൻ പാൻ ചൂടാക്കുകയാണ്. പാൻ ചൂടാക്കിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ശേഷം ഇതിലോട്ട് എന്ത് ചെയ്യുക, സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ എമൗണ്ട് കുറച്ച് കൂടുതൽ ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. കൂടെ ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അത് ഇട്ടെടുക്കുക. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഇവ ഇനി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇവ നന്നായിട്ട് സോട്ട് ചെയ്താൽ ഇതിലോട്ട് മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. കാരണം ആവശ്യത്തിനും ഇതിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മസാലകൾ ഞാൻ ചെമ്മീനിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് സെൻറ്ററിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് എന്ത് ചെയ്യുക, സിമ്മിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കാവട്ടെ. അടച്ച് വെച്ച് വേവിക്കണില്ല, കാരണം സീ ഫുഡ് ആയതുകൊണ്ട് വല്ലാണ്ട് സമയമൊന്നും എടുക്കില്ലല്ലോ. പിന്നീട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുത്തു. വേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. ഇത് സിമ്മിൽ കുറേ കടന്ന് സോട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിലായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.